الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ പാവങ്ങളായ ആളുകൾ, സഹാബികൾ നബിയോടൊരു പരാതി പറഞ്ഞു. മുതലാളിമാരായ ആളുകൾ പ്രതിഫലം കൊണ്ടുപോയി. അവർ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, പക്ഷേ അവർ സക്കാത്ത് കൊടുക്കുന്നു, സദഖ കൊടുക്കുന്നു, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബേജാറാകാനൊന്നുമില്ല. നിസ്കാരത്തിന്റെ ശേഷം ഒരു 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ മതി. അപ്പൊ വീണ്ടും ഇത് കേട്ടപ്പോ മുതലാളിമാരും ഇത് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് അധികം പ്രയാസമായി. കാരണം ഇപ്പൊ അതിന്റെ കൂലിയും കൂടി അവർക്ക് കിട്ടാന്നല്ലാതെ ഇവർക്ക് കൂടുതലൊന്നും കിട്ടാനില്ല. വീണ്ടും നബിയോട് പരാതി പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ദാലിക ഫളലുല്ലാഹി യുതിഹി മയ്യശാ. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഒരു ഫളലാണ്, അനുഗ്രഹമാണ്. സമ്പത്ത് എല്ലാരും വിചാരിച്ച സമ്പത്ത് ഉണ്ടാവില്ല. ബുദ്ധിയും തന്റെ ഇടവും നമ്മുടെ ടെക്നോളജിയും ഒന്നുമല്ല സമ്പത്തിന്റെ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കണ്ട പോലെ അല്ലല്ലോ നമ്മളുണ്ടാവുക. മനുഷ്യരുടെ ബുദ്ധിക്കനുസരിച്ചല്ല മനുഷ്യന് പണം ഉണ്ടാവുക. നല്ല ബുദ്ധിയും തന്റെ ഇടവും സർട്ടിഫിക്കറ്റുള്ള ആളുകൾ തെണ്ടി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആൾക്കാര് വലിയ മുതലാളിമാരായിട്ട് നടക്കുന്നതും നമ്മൾ കാണുന്നതാണ്. അപ്പോ നമ്മുടെ ബിസിനസ്സും കച്ചവടം, ജോലി എല്ലാം അഭിവൃദ്ധിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. അതൊരു ഔദാര്യമാണ്. ഖുർആൻ സമ്പത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അറബിയിൽ മാലുൻ എന്നാണ് സമ്പത്തിന് പറയാം. ചാഞ്ഞു പോകുന്നത്, ആര് കണ്ടാലും അവിടേക്കൊരു തൂക്കുണ്ടാവും. മാല് അത് മന്ത്രി കണ്ടാലും, MLA കണ്ടാലും, മൊയ്ലിയർ കണ്ടാലും, മൗലവി കണ്ടാലും ഒക്കെ നമുക്കൊരു ചെറിയ താല്പര്യം വരും. അതാണ് മാല് എന്ന് പറയുന്നത്, സമ്പത്ത്. ഖൈർ എന്ന് ഖുർആൻ പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യന് ഈ സമ്പത്തിനോട് വളരെയധികം താല്പര്യമാണ്. അങ്ങനെ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഫളല് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു ഫളല ബഅലക്കും അലാ ബഅലിൻ ഫിർ റിസ്ഖ്. ചിലർക്ക് ഫളല് നൽകിയിട്ടുണ്ട്, സമ്പത്ത് അധികം നൽകിയിട്ടുണ്ട്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമ്പത്തിനോട് വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്.
അപ്പൊ അത് സ്വാഭാവികമാണ്. മനുഷ്യന് സമ്പത്തുണ്ടാവണം, അധ്വാനിക്കണം, പൈസ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ചില മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൈസ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടായിരിക്കേണ്ടതാണ്. സർക്കാരിലും അങ്ങനെ തന്നെ. അറിയാലോ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷെ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും അങ്ങനെ സ്വാതന്ത്ര്യം നൽകുന്നില്ല. ഏതെങ്കിലും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒക്കെ പണം ഉണ്ടാക്കിയാൽ അവിടെ ED വന്ന് അന്വേഷിക്കും, പിടിക്കും. കൃത്യമായ ടാക്സ് അടക്കണം, അതിന്റെ സോഴ്സ് കാണിച്ചു കൊടുക്കണം, അതിന്റെ ചെലവും കാണിച്ചു കൊടുക്കണം. ഒക്കെ നിർബന്ധമാണ്. മനുഷ്യന് ഭരണഘടനയിൽ പോലും ഇന്ത്യൻ നിയമപ്രകാരം തോന്നിയ പോലെ പണം ഉണ്ടാക്കാനോ തോന്നിയ പോലെ ചെലവഴിക്കാനോ അവകാശമില്ല. സ്വാതന്ത്ര്യമില്ലാത്ത വകുപ്പാണ്. മുസ്ലിം ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അനധികൃതമായ മാർഗത്തിൽ പണമുണ്ടാക്കാൻ പാടില്ല. 4 കാര്യം ചോദിക്കാതെ പരലോകത്തുനിന്ന് കാല് അനക്കാൻ കഴിയില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് എന്റെ ആയുസ്സാണ്, യുവത്വമാണ്, പിന്നെ മാലാണ്, സമ്പത്ത്. ഒരു ചോദ്യമല്ല, 2 ചോദ്യം. എവിടുന്ന് സമ്പാദിച്ചു? അല്ല ചോദിക്കും. ഗവൺമെന്റ് അല്ല, അല്ല ചോദിക്കും. ഗവൺമെന്റിനേക്കാളും വലുതാണ്. മിമ്മക്തസബ, എവിടുന്ന് സമ്പാദിച്ചു? അല്ല ചോദിക്കും. ഫീമ അൻഫഖ, എങ്ങനെ ചെലവാക്കി? ഈ 2 ചോദ്യം നിർബന്ധമാണ് പരലോകത്ത് എന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമ്പത്ത് സമ്പാദിക്കുന്നത് ഹലാലായ രൂപത്തിലായിരിക്കും, ചെലവഴിക്കുന്നതും ഹലാലായ രൂപത്തിലായിരിക്കും. കാരണം ഇതൊന്നും നമ്മുടെ അധീനതയിൽപ്പെട്ടതല്ല. ഒരു താൽക്കാലികമായ പേരിൽ നമ്മുടെ അടുത്ത് ഇരിക്കുന്നു എന്ന് മാത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ന് പറയാവുന്നത്, നമുക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് 12,000 രൂപയാണ്. ഒരു മഹലിലെ ഖബറിന്റെ ചെലവാ ഞാൻ പറഞ്ഞത്. ഒരു 5-6 മൂടലിലും ഖബർ വയ്ക്കുന്ന ആൾക്കാർക്കുള്ള ചെലവും അവിടുത്തെ മൊയ്തേരി തങ്ങളൊക്കെ പാടെ ചെലവും കൊടുത്തു കഴിഞ്ഞാൽ ഏറിയൊരു 12,000 രൂപ നമുക്ക് കിട്ടും. അത് നമ്മുടെയാണെന്ന് പറയാം. ബാക്കി എത്ര അക്കൗണ്ട് വലിയ സംഖ്യ ഉണ്ടെങ്കിലും, എത്ര പാടവും പറമ്പും ഉണ്ടെങ്കിലും, അൽക്കഹഫില പറഞ്ഞ 2 മനുഷ്യന്മാരെ മാതിരി ആരെങ്കിലുമൊക്കെ വരുമ്പോ ഓനോടൊന്ന് പറയുമ്പോ ഒരു സുഖം കിട്ടും. ആ കാണാതൊക്കെ എന്റെ ഏക്കറ കണക്കിനാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സുഖം കിട്ടും. വേറൊന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും ഇല്ലായില്ല. നമ്മൾ മരിച്ചാൽ ചിലപ്പോ അതായിരിക്കും നമ്മുടെ തിന്മക്ക് കാരണം. പല തറവാടും വിറ്റ് കായാക്കി തൊലച്ച മക്കളുണ്ട്. അവരുടെ ജീവചരിത്രം നമുക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ചിലപ്പം ഇവന്റെ സമ്പാദ്യമായിരിക്കും ഇവന്റെ നാശം, അങ്ങനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്നാലും ഒരു താല്പര്യം, സമ്പത്തിന് വല്ലാത്തൊരു താല്പര്യമാണ്. അത് കാണുമ്പോ അയമച്ചെന്ന് വീണു. ഹദീസിലുണ്ട്, നബിതങ്ങൾ പറയാം, മനുഷ്യൻ പറയും എന്റെ ധനം, എന്റെ മാലി അതെന്റേതാണ്, ഈ തറവാട് വരെ എന്റേതാണ്, ആ വീട് എന്റേതാണ്, ആ തോട്ടം എന്റേതാണ്, ആ ഭൂമി എന്റേതാണ്. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്കെന്താണുള്ളത്? അല്ലാഹു റസൂലുള്ളാഹി, നിനക്കെന്താണുള്ളത്? നിനക്കുള്ളത് നീ തിന്ന് നശിപ്പിച്ചതാണ്, അത് നമ്മുടേതാണ്.
അത്താഴത്തിന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്ന് ഉറപ്പ് പറയാം അത് നമ്മുടെ ആയിരുന്നു. ഇപ്പൊ ഉണ്ടാക്കി വെച്ച് പോകുന്നത് കോയിനൊക്കെ വാങ്ങിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെയെന്ന് പറയാനായിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ട് വേറുള്ളവർക്ക് കറി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നമ്മുടേതല്ല. നോമ്പ് തുറക്കാൻ ഉണ്ടാക്കി വെച്ചത് നമ്മുടേതല്ല. മനുഷ്യൻ അത്രേ ഉള്ളൂ. ലോകത്തെ എല്ലാ സാധനത്തിനും വാറണ്ടി ഉണ്ട്. മനുഷ്യനാണ് വാറണ്ടി ഇല്ല, ഗ്യാരണ്ടി ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞുള്ള. അതുകൊണ്ട് തിന്നു നശിപ്പിച്ചത് നിന്റേതാണ്. ഇട്ടെടുത്ത് കഴിഞ്ഞത് വസ്ത്രം ധരിച്ച് നുരുമ്പിപ്പോയത് നിന്റേതാണ് എന്ന് എനിക്ക് പറയാം. ഇപ്പെട്ട കുപ്പായം നമ്മുടേതാന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം ഇത് നമ്മുടെ കൈയോടെ തന്നെ കഴിച്ചിടുമെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ പല ആൾക്കാരും കുപ്പായം കഴിച്ചു കൊടുത്താണ്. പല ആൾക്കാരും കുപ്പായം കഴിച്ച് ഡബിൾ മുണ്ടോണ്ട് പൊയിഞ്ഞു കൊടുത്തതാണ്. നമുക്കറിയാം. അതുകൊണ്ട് അത് നിന്റേന്ന് പറയാൻ പറ്റൂല. ഇടുന്ന കുപ്പായം ചിലപ്പോ അതൊക്കെ കൂടി കൂട്ടിയിട്ട് എത്തിങ്ങാനേക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊന്നും നമ്മുടേതല്ല. ഉപയോഗിച്ച് കീറിക്കളഞ്ഞാൽ ഓക്കെ. അള്ളാഹു റസൂൽ പറയാം, ഉപയോഗിച്ച് കീറിക്കളഞ്ഞാൽ ഓക്കെ, അത് എന്റെ കുപ്പായമാണ്. പിന്നെ ഒന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ച് ലാഭമുണ്ടാക്കിയത് നിന്റേതാണെന്ന് പറയാം. ഇത്ര നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വേറെ ഇല്ല. അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. ദുനിയാവും അങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബലത്തിൻ മിഅതു ഹബ്ബ. 1:700. ഒരു ഉറുപ്പിക റബ്ബിന്റെ മാർഗത്ത് കൊടുത്താൽ, ഒരൊറ്റ ഉറുപ്പിക, കുറെ കൊടുക്കണ്ട, ഒരൊറ്റ ഉറുപ്പിക റബ്ബിന്റെ മാർഗത്ത് കൊടുത്താൽ അള്ളാഹ് അത് സ്വീകരിക്കുന്നത് അക്കൗണ്ടിൽ വരുന്നത് 700 ആയിട്ടാണ്. വേറെ എവിടെങ്കിലും ഏതെങ്കിലും ഇങ്ങനെ ലാഭം കിട്ടുന്ന എന്തെങ്കിലും സംഗതി ഉണ്ടോ? എന്തൊക്കെ ആളുകൾ കാശുണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ വരിക, തോന്നിയാസം മുഴുവൻ വിളിച്ചു പറയാം. നിർലജ്ജം പദപ്രയോഗങ്ങൾ, സംസാരങ്ങൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിനെ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ രോഗങ്ങൾ മെനഞ്ഞുണ്ടാക്കുക, അതിന് ചികിത്സ പറയാ. ഓരോരോ തട്ടിപ്പ് മനുഷ്യന്മാര് കാശുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണത്? എന്ത് ലാഭം ഉണ്ടാകുക? ചിലപ്പം ഒന്നാകെ കൊള്ളയടിച്ചു പോകും. ഇഷ്ടംപോലെ ആളുകൾ ലക്ഷക്കണക്കിന് മുതൽ കൊള്ളടിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോ ഒന്നാകെ തകർന്നു പോകും. ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് അവന് ബർക്കത്തില്ലാതെ അവൻ മരണപ്പെട്ടു പോകും. എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ ഒരു ഉറുപ്പ്യ കൊടുത്താൽ അള്ളാഹ് അത് സ്വീകരിക്കുന്നത് 700 ഉറുപ്പ്യയിട്ടാണ്. ഒരിക്കലും റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അങ്ങനെ പിശുക്ക് കാണിച്ചാൽ ഖിയാമത്ത് നാളിൽ അവന്റെ കഴുത്തിൽ അത് ചാർത്തി കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ആഭരണമുണ്ട്, മരുമകളെ കെട്ടിക്കൊണ്ടുവന്നതാണ് വീട്ടിലേക്ക്. ഒരുപാട് ആഭരണങ്ങൾ മരുമകളുടെ അടുത്തുണ്ട്. പക്ഷെ സക്കാത്ത് കൊടുത്തോ നമ്മളാരും ചോദിക്കലുണ്ടോ? അമ്മോശനോ അമ്മായിയും മെക്കയിൽ കുടുങ്ങും. ഇവിടെ ഇല്ല, അള്ളാന്റെ അടുത്ത് കുടുങ്ങും. 10 പവൻ സ്വർണമുണ്ടെങ്കിൽ, അതിലധികമുണ്ടെങ്കിൽ ഉള്ളതിന്റെ 2.5 പവൻ നമ്മുടേതല്ല, സക്കാത്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ അതെന്നെ കൊടുക്കാം, എന്നാ കുറഞ്ഞു വരും. ഇല്ലെങ്കിൽ അത് തൂക്കി കണക്കാക്കി സ്വർണത്തിന് വില കൂടാതൊന്നും പഠിച്ചവനോട് പണ്ട് കാര്യമില്ല. ലക്ഷങ്ങളുണ്ട്. ഇപ്പൊ സ്വർണത്തിന്റെ ഒക്കെ വില ലക്ഷം കടന്നിട്ടുണ്ട്. കുറച്ചധികം കൊടുക്കേണ്ടി വരും. പക്ഷെ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അള്ളാഹു പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ. ഏതെങ്കിലും ഒരു ഇമാമിന്റെ മസാല കേട്ട് പെടാൻ നിൽക്കണ്ട. ചില മൊയ്ലിയമാരൊക്കെ വയലുറപ്പ പറയും, ആഭരണം അതിന് സക്കാത്തില്ല, എത്രയാണെങ്കിലും വേണ്ടില്ല. അതൊക്കെ വയല് പറയാൻ പറ്റും, പെണ്ണുങ്ങളെ സുഖിപ്പിക്കാൻ പറ്റും. കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷാവും. ഓ, വലിയൊരു പ്രസംഗം കൊണ്ട് ലാഭമായാലോ വിചാരിക്കും. പക്ഷെ റബ്ബിന്റെ അടുത്ത് ചോദിച്ചാലാവൂല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു വള കാണുക, കയ്യമ്മേ. അപ്പൊ ചോദിച്ചു, നീ അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല നബി. നാളെ പരലോകത്ത് നരകത്തിന്റെ 2 വള നിന്നെ അണിയിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ
ഇല്ല നബിയെ, ഇത് ഞാൻ ഊരിത്തരാം, ഊരിക്കൊടുത്തു. നമ്മുടെ നാട്ടില് പരിചയമില്ലാത്തൊരു വിഷയമാണ് ഇപ്പൊ ഈ സക്കാത്തും സദക്കയൊക്കെ. വലിയ പരിചയമല്ല. കുവൈത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോ, ഒരു ജാരിയാത്തിന്റെ ഓഫീസിൽ പോയപ്പോ, അവിടെ തുലാസ് ഉണ്ടാവും. സ്വർണം തൂക്കണ തുലാസ് ഓഫീസിലൊക്കെ കൊടുക്കും. സക്കാത്ത് കളക്ഷനാണ്. അപ്പൊ ഒരു തുലാസിൽ ഒരു സ്വർണത്തിന്റെ കഷ്ണം കിടക്കണ്ടേ, ഒന്നും കാതിലത്തെ കൂരിട്ടിട്ട് അവരങ്ങനെ സക്കാത്ത് കൊടുക്കും. പെണ്ണുങ്ങൾ വരും ജാലിയാത്തിന്റെ ഓഫീസിലേക്ക്. പെണ്ണുങ്ങളാണ് ഇരിക്കട്ടോ, ഒക്കെ ഊരിടും. എതിലേക്ക്? ജ്വല്ലറി തുലാസ് ഉണ്ടല്ലോ, ചെറിയ കാറ്റ് കടന്നാൽ പോലും തൂക്കറിയുന്ന തുലാസിൽ കണ്ടിടും. അതിലങ്ങനെ ഇട്ടെടുക്കും. കഴുത്തിലുള്ളതും കയ്യുമുള്ളതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ പടയിൽക്കിടും. കണക്കാക്കിയിട്ട് അതിന്റെ 2.5% എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരെണ്ണെടുത്തിട്ട് കെട്ടിക്കൊണ്ടുപോകും. എന്തൊരു സക്കാത്ത! നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. നമ്മളൊക്കെ 25,000 ചില്ലറ മാറ്റി കാത്തിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ടൊന്നും സക്കാത്ത് വിടൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് അങ്ങനെ മുറിഞ്ഞെടുക്കാൻ തുലാസ് ഞാൻ കണ്ടു. ഞാൻ എടുത്തു കൊടുത്തു. അമീറിന് ഷെയ്ഖിന് എടുത്തു കൊടുത്തു. ഷെയ്ഖ് എന്തെങ്കിലും കഷ്ണം കിടക്കട്ടെ. കാരണം അവരെ മാറ്റി വെക്കും. അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് സ്വർണം അങ്ങനെ സക്കാത്ത് കൊടുത്ത് ഒഴിവാക്കാൻ. അത് അള്ളാന്റെ മാർഗത്തിൽ നമുക്കുള്ളതല്ലേ, നമുക്ക് വേണ്ട. കാരണം അതൊരു ശുദ്ധീകരണമാണ്. അതെന്റെ കുട്ടികൾ തിന്നാൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഓന്റെ കിഡ്നി ചിലപ്പം പോകും. ഞാൻ പറഞ്ഞത് ഇത് തിന്നാൽ കിഡ്നി പോകുന്നല്ല. നമ്മൾ കണക്കാക്കൂല. അള്ളാഹ് ഒരു നല്ല കിഡ്നി തന്ന കാലഘട്ടം എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. നല്ലൊരു തലച്ചോറ് തന്ന എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. സ്ട്രോക്ക് ഒന്നും വരാതെ നല്ലൊരു ഹാർട്ട് തന്നാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പൊ ബർക്കത്ത്, അതൊക്കെ ബർക്കത്ത് എന്ന് പറയാം. ഈ ബർക്കത്തൊക്കെ അള്ളാഹ് എടുത്തു കളയുന്നു. കാരണം ശുദ്ധീകരിക്കാതെ ധനം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മളും തിന്നാൻ പാടില്ല. അത് ഹലാലല്ല, നിഷിദ്ധമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. റമളാൻ മാസം എത്ര പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചാലും ഉത്തരം സ്വീകരിക്കൂല. അള്ളാഹ് ഉത്തരം തരില്ല. അത്രക്ക് ഗൗരവമാണ്. അതാ റബ്ബിന്റെ മാർഗം ചെലവാക്കൂല. ചെലവാക്കിയാൽ 1:700. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ദുനിയാവിലുണ്ടാവും, പുറം ആഖിറത്തിലും ഉണ്ടാകും. എന്താ ചെയ്യാ? യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം ഫതഖ്വാ ബിഹാ ജിബാഹും വജുലൂദുഹും വളുഹൂറുഹും. അവരുടെ മുതുകുകളും അവരുടെ നെറ്റിത്തടകളും ആ ആഭരണങ്ങളൊക്കെ ചൂടാക്കിയിട്ട്, ആ വസ്തുക്കളൊക്കെ സ്വർണവും വെള്ളിയൊക്കെ ചൂടാക്കിയിട്ട് അവനെ എന്ത് ചെയ്യും? ചൂടുവെക്കും എന്നാ പറയുന്നത്. എന്നിട്ട് പറയും ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഇതൊക്കെയാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് പരലോകത്ത് കിട്ടാൻ പോണത്. പ്രവാചകർ വിശദീകരിച്ചു. ഒരു ശുജാഉൻ അഖ്റൻ, ഒരു നല്ല മൂത്ത വിഷമുള്ള ഒരു പാമ്പിനെ, ഇതിന് ഗൗരവം പറയാൻ വേണ്ടിയിട്ടാണ്, കഴുത്തിലിട്ട് കൊടുക്കുന്നു. ഈ പാമ്പ് അവന്റെ കോറാച്ചിക്ക് കവളത്ത് കടിക്കും. എന്നിട്ട് പറയും അന കൻസുക വ അന മാലുക. നീ ഉണ്ടാക്കി വെച്ച ഇതൊക്കെയാണ്. ഇപ്പൊ അതുകൊണ്ട് മക്കൾ തല്ലുകൂടുന്നുണ്ട്, പണ്ട് കാര്യമല്ല. നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കോറാച്ചി കടിച്ചു വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് അല്ലാഹു തആല അനുഗ്രഹം തരുമ്പോ അത് മുഴുവൻ നമ്മുടേതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് വകുപ്പില്ല. ഒരു കുറഞ്ഞ ശതമാനം ഒന്നുമില്ല. ഞാൻ ഉദാഹരണം പറയണ്ട. ഒരു അപ്പം, ഒരു ദോശ, ചെറിയൊരു ദോശ, നമ്മളെ കുടിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പം അല്ലെങ്കിൽ ഒരു ദോശ, അത് 10 കഷ്ണാക്കാണ്. 9 കഷ്ണവും എനിക്ക് തിന്നാം. പിന്നെ ഒരു കഷ്ണം, ഒരപ്പം 10 കഷ്ണാക്കിയ ഒരപ്പത്തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? എനിക്ക് വലിയ അപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് കലത്തപ്പൊന്നും കൂട്ടിക്കോളി. പിന്നുള്ളത് 4 കഷ്ണാക്കാം. അതിന്റെ 3 കഷ്ണം ഇതിൽ തന്നെ കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം. അപ്പൊ എത്ര ഉണ്ടാവും? നമുക്ക് സക്കാത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണ്. അതിന് മസാല ചോദിച്ചിട്ടും അങ്ങോട്ട് ചോദിച്ചിട്ടും വിളിച്ചിട്ടും പറഞ്ഞിട്ടും കണക്കൂട്ടിയിട്ടും ഇരുന്നിട്ട് അത് പേടിയായിട്ട് നമ്മൾ പേടി ഒഴിവാക്കണം. നിസ്കരിക്കുന്ന കുറിച്ച് നമുക്ക് പേടിയില്ല, ഹജ്ജിന് പോകുമ്പോ നമുക്ക് പേടിയില്ല, നോമ്പിന് നമുക്ക് പേടിയില്ല. സക്കാത്തിന് ഇങ്ങനെ ബേജാറാകണത് അള്ളാഹ് പറഞ്ഞതല്ലേ. അതുകൊണ്ട് 10-1 4-1. 100 ഉറുപ്പ്യ കിട്ടിയാൽ 2.5 ഉറുപ്പ്യ നമ്മുടേതല്ല, അത് മറ്റവന്റെ ഹഖാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. പാവപ്പെട്ടവർക്ക് ഇവന്റെ സ്വത്തിൽ ഓരോഹരിയുണ്ട്. 100 രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാൽ
അതിൽ 2.5 രൂപ എന്റേതല്ല, അധ്വാനമൊക്കെ എന്റേതാണ്, പൈസ ഉണ്ടാക്കിയത് ഞാനാണ്, മറ്റവന്റെ യാതൊരു സഹായവും അതിലില്ല. എന്നാലും അത് ശുദ്ധീകരിക്കണമെങ്കിൽ 2.5% ഞാനതിന് സക്കാത്ത് കൊടുക്കണം. പെട്രോള് കുഴിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ നടക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. കുഴിച്ചെടുത്ത പെട്രോള് കറുത്ത നിറയിക്കാറ്, അത് അങ്ങനെ വണ്ടി പറഞ്ഞാല് കുറച്ചേ കൂടുള്ളൂ വണ്ടി, അതിന്റെ കാർബറേറ്ററും എഞ്ചിനും ഒക്കെ തകരാറാവും. അപ്പൊ കിട്ടിയതൊക്കെ വൃത്തിയാക്കാതെ മീൻ കൊണ്ടെന്നാല് അങ്ങനെ കൂട്ടാൻ മക്കളുണ്ടോ? കായ് എടുത്ത് വാങ്ങിയതാ വെച്ചിട്ട് നല്ല അയക്കുറ കായ് എടുത്ത് വാങ്ങിക്കൊടുന്നു. അപ്പൊ അതിന് 650 റുപ്യ കിലോ ഉണ്ട് എന്ന് വിചാരിച്ചത് അങ്ങനെ പുഴുങ്ങി തിന്നല അല്ലല്ലോ. വൃത്തിയാക്കണം, കൂർക്ക വാങ്ങി തച്ച് വൃത്തിയാക്കണം. അല്ലാതെ വാങ്ങിയതൊക്കെ അങ്ങനെ നമ്മൾ കുട്ടിയൊക്കെ തിന്ന പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൂടി തിന്നാന്നുള്ളതല്ല. അപ്പൊ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൂടി നമ്മൾ തന്നെ എടുത്താൽ മറ്റവന്റെ അവകാശം അതിൽപ്പെടുന്ന സക്കാത്ത് മറ്റുള്ളവന്റെ അവകാശമാണ്. റമളാന് കൊടുത്തുകൊണ്ട് പ്രത്യേക പുണ്യൊന്നും കിട്ടൂല കേട്ടോ, ആദ്യം മനസ്സിലായിക്കോട്ടെ. എന്താ വെച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ട ഇസ്ലാമിൽ കൊല്ലം തികയുമ്പോഴാണ്. ആ തെറ്റിദ്ധാരണ ആദ്യം നീക്കണം. ഒരു കൊല്ലം തികയുമ്പോഴാണ്. അതിന് കണക്കാക്കാവുന്ന ഒരു മാസം നമുക്ക് ഏതാണ്? റമളാനാണ്. അപ്പൊ പിന്നെ ആവശ്യക്കാരും അല്ലാത്തവരൊക്കെ ഇറങ്ങ റമളാൻ മാസത്തിലാണ്. ഞാനൊരാൾക്കൊരു 1 ലക്ഷം റുപ്യ കൊടുക്കാണ്ട്, അത് ഞാൻ റമളാൻ വരെ കാത്തുകൊണ്ട് റമളാനിൽ കടം വീട്ടി എനിക്ക് പ്രത്യേക പുണ്യം ഉണ്ടാവോ? ഇല്ല. അത് ഓന്റെ ഹക്കാണ്, എന്റെ ഹക്കല്ല. നമ്മുടെ ഹക്ക് റമളാന് കൊടുത്തുകൊണ്ട് പ്രത്യേക പുണ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സക്കാത്തിന്റെ സമയമായാൽ സക്കാത്ത് നിന്ന് മാറ്റിവെക്കണം, ശുദ്ധീകരിക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കലാണ്. ഒമാ ആതൈതും മിർ റിബ ലിയർബു ഫി അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ ഈ പലിശ കൊടുക്കട്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് അധികരിപ്പിക്കാൻ, കൂടുതൽ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പലിശക്ക് കൊടുക്കുന്നത് ഫലാ യർബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഒരു ലാഭവും അതിനുണ്ടാവുകയില്ല. നമ്മൾ കരുതുന്ന ലാഭമൊന്നും റബ്ബിന്റെ അടുത്ത് ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന സക്കാത്ത് അവരാണ് ഇരട്ടിയാക്കുന്നവർ. സമ്പത്ത് ഇരട്ടിപ്പിക്കുന്നവർ. അത് കൂടുതൽ കിട്ടുന്നത് സക്കാത്ത് കൊടുക്കുന്നവർക്കാണ്. അതാണ് ഒരു ഉറുപ്പ്യക്ക് 1:700. അതുകൊണ്ട് എങ്ങനെയും സമ്പത്ത് നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം, കുഴപ്പമില്ല, അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ കിട്ടിയാൽ നമ്മൾ അധ്വാനിച്ചാൽ വൃത്തിയാക്കിയിട്ടേ, എല്ലാം പോലെ മീന് പോലെ ഇറച്ചി പോലെ കൂർക്ക പോലെ പച്ചക്കറി പോലെ വൃത്തിയാക്കിയിട്ടേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ അത് നമ്മുടേതല്ല, മറ്റുള്ളവന്റെ ഹക്കാണ്. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കിയാൽ അത് ക്ലിയർ ആക്കണം. എങ്ങനെ ക്ലിയർ ആക്കണം? ഒന്നാമത് അവന്റെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ചില മനുഷ്യന്മാരുണ്ട് അങ്ങനെ, അവനാ ഒന്നും വാങ്ങുന്നില്ല, ആരെങ്കിലും വാങ്ങിക്കൊടുത്താൽ നല്ല തിന്നും. കൊറേ മീനുണ്ടാവും, പൂതി ഉണ്ടാവും, പക്ഷെ അവിടെ പോയിട്ട് ആ അരക്കിലോ എന്തെങ്കിലും മത്തിന്ന് ഇപ്പൊ പറയാൻ പറ്റൂല, വില കുറഞ്ഞ 100 റുപ്യ വാങ്ങിയിട്ട് പോകും. പൂതി ഉണ്ടാവും, സ്വന്തം വാങ്ങി തിന്നില്ല. അങ്ങനെ കുറെ പിഷ്കന്മാരും മനുഷ്യന്മാരുണ്ട്. ആർക്കാണിത്? ഞാൻ പറയലുണ്ട്, ആദം നബിനെ സ്വർഗത്തിലാക്കിയപ്പോ ആദമിനോട് അള്ളാഹ് പറഞ്ഞാൽ പള്ളി കയറ്റിയിരുന്ന് ഇബാദത്ത് തീർത്തോന്നല്ല, വേണ്ടത് തിന്നോന്നാ പറഞ്ഞേ അല്ലേ? സ്വർഗത്തിൽ വേണ്ടൊക്കെ തിന്നോളിന്ന. അപ്പൊ അവനാന്റെ കാര്യത്തിന് അവനാന്റെ പൈസ ഉപയോഗിക്കണം. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, എനിക്കറിയാം, രക്ഷിതാക്കൾ അറിയാം. കുട്ടികൾക്കൊന്നും കൊടുക്കില്ല, ഒരു പരീക്ഷാ ഫീസ് വെച്ചാൽ കൊടുത്തേക്കും. കുട്ടികൾക്ക് പൂതി ഉണ്ടാവും. 2 ദിവസം മുമ്പ് ഒരു കുട്ടി വന്നു പറഞ്ഞത്, എനിക്കൊരു ഷവർമ്മക്ക് പൂതിയായി. എത്തിങ്ങാനെ പഠിക്കുന്ന കുട്ടിയാ. എന്റെ വാപ്പാട് പറഞ്ഞപ്പോ വാപ്പ ഷവർമ്മ വാങ്ങിത്തരൂല എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഷവർമ്മ പറഞ്ഞ് കിട്ടിയതാ. എത്തിങ്ങാനയിലെ കുട്ടികൾക്ക് ഷവർമ്മ വാങ്ങി കൊടുത്തു. കുട്ടികൾക്ക് കൊടുക്കണ്ടേ, പൂതിയുള്ളതല്ലേ, അവർക്ക് പൂതിയുള്ളതല്ലേ. അപ്പോ ഇതിപ്പോ ലേറ്റസ്റ്റ് ആണ്. കുട്ടികൾക്ക് പലതിനും പൂതി ഉണ്ടാവും. നല്ലതാണെങ്കിൽ ഹലാലൻ ത്വയ്യിബ, നന്നായിരിക്കണം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോക്കണം. അപ്പൊ അവനവനും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവനവന്റെ കുട്ടികൾക്കും വീട്ടിലൊക്കെ ആവശ്യമുള്ളതിന് അവനവന്റെ പണം ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യബ്ഖലൂന വയമുറൂന അന്നാസ ബിൽ ബുഖ്ലി. സ്വന്തം പിശുക്കുക എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ പിശുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ അല്ലാഹു തആല എടുത്തു പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുക്കണം. നിർബന്ധമായി. ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം പറയാനുള്ള വിഷയങ്ങളുണ്ട്, ചുരുക്കം പറയാം. നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുക്കണം.
അത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി കണക്കാക്കി മൊത്തം വരുമാനം, ഒരു വർഷത്തിലെ മൊത്തം വരുമാനം കണക്കാക്കി അടിസ്ഥാന ചെലവുകൾ നീക്കിവെക്കുക. മരുന്ന്, ഭക്ഷണം, അതുപോലെ തന്നെ വാഹനം, അടിസ്ഥാനപരമായിട്ട് അത് ആപേക്ഷികമാണ്. ഓരോരുത്തർക്കും അടിസ്ഥാന ചെലവുകൾ ആപേക്ഷികമാണ്. അത് കുറച്ച് ബാക്കിയുള്ളത് നമ്മുടെ അടുത്ത് 590 ഗ്രാം വെള്ളിയുടെ മുതല് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിന്റെ ആ മൊത്തം സ്വത്തിന്റെ 2.5% നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കണം എന്ന്. 2.5% കൊടുക്കണം. 590 ഗ്രാം വെള്ളി അന്വേഷിച്ചാൽ മതി വിപണി. അതിന് എത്ര റുപ്യ വരിക? അത്ര പൈസ ചെലവ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു കൊല്ലം വന്നാൽ അതിന്റെ മൊത്തം 2.5% നമ്മൾ കൊടുക്കണം എന്ന്. അത് നമ്മുടേതല്ല, ഗൗരവമാണ്. ഖുർആനില് നിസ്കാരത്തിന്റെ കൂടെ 26-27 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അഖീമുസ്സലാ വആത്തുസ് സക്കാത്ത്. നിസ്കാരവും സക്കാത്തും സമമായി പോകുന്നു. അബൂബക്കർ നബി മരിച്ചപ്പോ കുറച്ച് ആൾക്കാർ സക്കാത്ത് കൊടുക്കലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചില ആളുകൾക്ക് പിരിവിന് വരുമ്പോ എന്നും കൊടുത്തിരുന്നു. മൂപ്പര മരിച്ചിട്ടപ്പോ സമാധാനം, ഇനി മറ്റേ വരുമല്ലോ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അപ്പൊ അബൂബക്കർ പറഞ്ഞു, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈനൽ സക്കാത്തി വസ്സലാ, നിസ്കാരം സക്കാത്തും വേറെ വേറെ കണ്ടവരോട് ഞാൻ യുദ്ധം ചെയ്യും. പിന്നെ വല്ലാഹി ലൗ മനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹ് ലഖാതൽതുഹും അലാ മൻ അഹ്യാ, റസൂലുള്ളാഹിയിലേക്ക് കൊടുത്തിരുന്ന അവർ ഒട്ടകത്തെ കിട്ടുന്ന ചെറിയ കയറ്, അതെങ്ങാനും അവർ സക്കാത്ത് തരാതിരുന്നാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ 4-5 സ്ഥലത്ത് സ്വദഖ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. വേറെ കുറച്ച് സ്ഥലത്ത് വേറെ വേറെ നിസ്കാരം അല്ലാതെ വേറെ നിസ്കാരത്തെ വേറെ സക്കാത്തിനെ വേറെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ വളരെ ഗൗരവമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന വിഷയമാണ് സക്കാത്ത് എന്നതാണ്. അതുകൊണ്ട് അത് കൃത്യമായി കണക്കാക്കി സക്കാത്ത് കൊടുക്കണം. പിന്നെ സദഖയും കൊടുക്കണം. സദഖ എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കില്ല. ചില ആൾക്കാര് പറയലുണ്ട്, ഞാൻ സക്കാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇഞ്ഞിന്റെ അടുത്തൊന്നുമില്ല, സക്കാത്തിന്റെ പൈസ ഒക്കെ കൊടുത്തു, ഇനിയൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഏത് ജാതി ആയിക്കോട്ടെ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ അയൽവാസി പട്ടിണിയാണ്, നമ്മുടെ സക്കാത്തൊക്കെ കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട്, അവനെ സക്കാത്ത് കൊടുക്കൽ കഴിഞ്ഞുകൊണ്ട് അവന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവന് നമ്മൾ കൊടുക്കണം. അത് സദഖയാണ്. നമ്മളൊക്കെ പഠിച്ചിട്ട് സദഖ സുന്നത്തും സക്കാത്ത് ഫർളുമാണ് എന്നാണ്. അങ്ങനെയല്ല, സദഖ പോലും ചിലപ്പോ ഫർളായി വരും. അവന് സദഖ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം. നിങ്ങൾക്കറിയോ പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. മാനസികമായ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് സക്കാത്ത്. മനസ്സ് ശുദ്ധിയാക്കുക. അപ്പൊ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവന്റെ മനസ്സ് ശുദ്ധിയാവാൻ, അതുപോലെ തന്നെ ശരീരം ശുദ്ധിയാവാൻ, അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് ശുദ്ധിയാവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്നാൽ മാനസികമായി ഉണ്ടാകുന്ന പരിവർത്തനത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സക്കാത്തിനെ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് മുശ്രിക്ക്, നമ്മൾ ഭൗതികമായിട്ടൊക്കെയാണ് മുശ്രിക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്. ഖുർആനിൽ ഒരിക്കലും യാർത്തങ്ങ പോണവനാ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. യാർത്തങ്ങ പോണവനാണ് മുശ്രിക്ക്. അതുപോലെ തന്നെ ശൈഖന്മാർ ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് മുശ്രിക്ക് നല്ല ഖുർആൻ പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുശ്രിക്കാന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും മുശ്രിക്കിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് ഫസ്സിലത്ത് വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം. അല്ലദീന ലാ യൂതൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. ഡെഫിനിറ്റായി പറഞ്ഞത് അങ്ങനെ മുശ്രിക്ക്, കൃത്യമായി പറഞ്ഞത് മുശ്രിക് ആരാണ്? അല്ലദീന ലാ യൂതൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. ഇനിയോ വൈൻ താബു അഖാമുസ്സലാത്ത വആതൗസ് സക്കാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവര് പശ്ചാത്തപിച്ചിട്ട് നിസ്കരിക്കലും സക്കാത്ത് കൊടുക്കലും തുടങ്ങിയാൽ നിങ്ങളുടെ കൂടെ പോഴും മുഅ്മിനീങ്ങളായി മാറുന്ന. നിസ്കാരം തുടങ്ങിയോണ്ട് മുഅ്മിനാവില്ല, നിസ്കാരം തുടങ്ങിയോണ്ട് മുശ്രിക്ക് മുഅ്മിനാവില്ല. സക്കാത്ത് കൊടുക്കലും തുടങ്ങണം. അപ്പൊ ഒരു വിട്ടുവീഴ്ച അതില്ല എന്നുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്ത് യാസീൻ, വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, മേബി നിങ്ങൾ അവരോട് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒക്കെ അള്ളാഹു തന്നാണ്. ഉടനെ നമ്മൾ വരുമ്പോ ഒരു അരഞ്ഞാച്ചരം കൂടി നമുക്കില്ലല്ലോ, ഒരു അരഞ്ഞാച്ചരടും കൂടി നമുക്കില്ല, പേരില്ല.
ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ട്? സ്വന്തമായി പാസ്പോർട്ട് ഉണ്ട്, ആധാർ ഉണ്ട്, ആധാരം ഉണ്ട്, ബിസിനസ് ഉണ്ട്, നമ്മുടെ പേരിൽ എന്തെല്ലാം ഉണ്ട്. ഇനി ഇതൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ. ഒക്കെ അള്ളാഹ് തന്നാണ്. അതുകൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എന്തിനാ നിങ്ങൾ പേടിക്കണമെന്നാ ചോദിക്കണേ? പറഞ്ഞോടത്തൊക്കെ അള്ളാഹ് പറയും ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്നാണ്. അതുകൊണ്ട് അള്ളാഹ് പറയാ, നമ്മൾ ജനിച്ചു വരുമ്പോ അങ്ങനെയല്ലേ, ജനിച്ചു വരുമ്പോ കുട്ടി ഇങ്ങനെ കൈ മുറുക്കി പിടിച്ചിട്ടാ വരെ. കുട്ടികളെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടായിരിക്കും. ദലീലുൻ അലാ ഹിർസിൻ ബിമാലിൻ വഖിഉ, ഞാൻ ഒരുപാട് സമ്പാദിച്ചോളാം എന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ ഫീ ബസ്തിഹാ ഇൻദൽ മമാതി ഇശാറത്തുൻ, മരിക്കുമ്പോ ആരും കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് മരിക്കലില്ല. മരിച്ചു എന്ന് ഉറപ്പായ കൈയൊക്കെ നിർത്തും. അലാ ഫൻദുറുനി ഖദ് ഖറജ്തു ബിലാ ശൈഇ, എല്ലാം സ്വന്തമാക്കാൻ വേണ്ടി വന്ന ഞാൻ ഒന്നും കൊണ്ടുപോകാതെ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിലേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കൈ മലർത്തിക്കൊണ്ട് മനുഷ്യന് ഇവിടുന്ന് യാത്രയാകും. അതുകൊണ്ട് അള്ളാഹ് തന്നതെന്ന് ചെലവഴിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ ഖാലല്ലദീന കഫറൂ, കാഫിറുകളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, ഈമാനില്ലാത്ത ആളുകൾ, ലില്ലദീന ആമനു, വിശ്വാസികളോട് പറയും അനുതഇമു മല്ലൗ യശാഉല്ലാഹു അത്അമഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഞങ്ങൾ എന്തിനു ഭക്ഷണം കൊടുക്കണം? ഓൻ അങ്ങനെ ഫക്കീറാക്കാൻ അള്ളാഹ് തീരുമാനിച്ച് ഞാൻ കൊടുത്തിട്ടോ മുതലാളിയായ അള്ളാഹ്ക്കിനോട് ദേഷ്യാവൂലേ? ചില മുറിഞ്ഞായങ്ങള് അവിടെ എന്താ പറഞ്ഞറിയോ? ഖാലല്ലദീന കഫറു, കുഫ്ർ, മുശ്രിക്ക്, കാഫിർ. സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി പറയട്ടെ, മുശ്രിക്ക്, കാഫിർ. ഈ സൂറത്ത് തൗബയിലെ ആയത്ത് അവരോട് പറഞ്ഞാൽ വമിൻഹും, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അവർ പറയും ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസദ്ദഖന്ന, റബ്ബ് എനിക്ക് എന്തെങ്കിലും ഫള് തന്നാൽ ഞങ്ങൾ സദഖ ചെയ്യും. അങ്ങനെയാണ് ആളുകൾ പീവിനൊക്കെ പോകുമ്പോ പറയുന്നത്, ഞാൻ താഴത്തെ 2 ഏക്കർ വെക്കാൻ കിടക്കണ്ട, വിറ്റ എന്തായാലും അതിന് കുറച്ച് നിങ്ങൾക്ക് തരാം, മകൻ കുറച്ച് പൈസ അയക്കാണ്ട് അതിന് തരാം, അങ്ങനെ പറയും. പക്ഷെ അയച്ചാലോ എന്താ പറയാ? അവർ പറയും അള്ളാഹ് നമുക്ക് ഔദാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും സദഖ ചെയ്തോളാം. വലമ്മാ ആതാഹും മിൻ ഫളിഹി, അള്ളാന്റെ ഫള് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒന്നുമില്ലാത്ത കാലത്ത് ഇങ്ങനെ തോന്നുക എന്തെങ്കിലും കിട്ടിയാൽ സക്കാത്ത് കൊടുക്കാതെ, പക്ഷെ അത് കിട്ടിയാൽ ബഖിലൂ ബിഹി, അതുകൊണ്ട് അവൻ പിശുക്ക് കാണിക്കും, അവര് തിരിഞ്ഞു പോവും. ആ വിഷയം തന്നെ പിന്നെ ഒരു ചർച്ച ചെയ്യൂല. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അവർക്ക് അതിന്റെ പേരിൽ അല്ലാഹു നിഫാഖാണ് അവരുടെ മനസ്സിൽ കൊടുത്തത്, കാപ്പട്യമാണ്. അപ്പൊ ആരാ മുനാഫിഖ്? സക്കാത്ത് സദഖയും കൊടുക്കാത്ത ആൾക്കാരെ. പിന്നെ എങ്ങനെ നമ്മൾ മുഅ്മിനാകുക? അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത പോലെ അള്ളാഹ് മുശ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുനാഫിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിശേഷങ്ങൾ വേറെ ഒന്നിലും ഇത് 3ഉം കൂട്ടി പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കൊടുക്കണം എന്നതിലേക്ക് ബേജാറൊക്കെ മാറ്റി കൊടുത്തതോട് ഒന്നും കുറയില്ല. മാ നഖസ മാലും മിൻ സദഖ, സക്കാത്ത് കൊടുത്തു വെച്ചിട്ടോ സദഖ കൊടുത്തു വെച്ചിട്ടോ പിന്നെ പിന്നെ ഔദാര്യം ഉണ്ടാകുക എന്നല്ലാതെ ആരും അതുകൊണ്ട് ഇതുവരെ പട്ടിണി നടക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് സദഖ കൊടുക്കുക. സദഖ എന്ന് പറഞ്ഞാൽ അത് റദ്ദുൽ ബലായ, നേർച്ചപ്പെട്ടിമ കൈവച്ചിട്ടുണ്ടാവും, പരീക്ഷണങ്ങളെ തടയുമില്ല. നന്നായി സക്കാത്ത് കൊടുത്താൽ, കൃത്യമായി സക്കാത്ത് കൊടുത്താൽ, അതിന് പുറമെ സദഖ കൊടുത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസമാകുമ്പോൾ കരീഹിൽ മുർസൽ എന്നാണ്, ഒരു കാറ്റടിച്ചാൽ എല്ലാവരിലേക്കും എത്തുന്നത് പോലെ പ്രവാചകന്റെ ഔദാര്യം അത് ചിലപ്പോ ഒരു കാരക്കന്റെ ചികളായിരിക്കും. ഇത്തഖിൽ നാർ വലൗ ബിശിഖ് തംർ, ഒരു കാരക്കന്റെ ചികളെങ്കിലും കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം എത്ര നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ കാര്യം ഒന്നുകിൽ നമ്മൾ തിന്ന് തീർക്കണം, അല്ലെങ്കിൽ ഉടുത്ത് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ സദഖ ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ വെറും നമുക്ക് കിട്ടുക നമ്മുടെ ഖബറിന്റെ പൈസയും ആ കഫൻ തുണിയുടെ പൈസയും മൂടലിന്റെ പൈസയും ഓന്റെ കൂലിയൊക്കെ പാടെ 10-12,000 റുപ്യ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒന്നുമില്ലാതെ ദുനിയാവ് നമ്മൾ മടങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സക്കാത്ത് കൊടുക്കണം എന്നതിലേക്ക് നമ്മൾ എത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله ومن إليه. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് മിക്കവാറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് ഓതാറുള്ളത് സൂറത്തുൽ ജുമുഅയും 2ാമത്തെ റക്അത്ത് സൂറത്തുൽ മുനാഫിഖൂൻ.
അല്ലെങ്കിൽ പിന്നെ സബ്ബിഹിസ്മ അല്ലെങ്കിൽ ഹലാത്താക്ക. ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ ഹലാത്താക്ക. അത് ഓതൽ നല്ലതാണ്, വേറെ ഏത് ഓതിയാലും വിരോധമല്ല. റസൂലുള്ള ഓതുന്ന ആയത്തുകളുണ്ടല്ലോ, സൂറത്തുൽ മുനാഫിഖൂൻ, നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് അത് മുഴുവൻ ഓതാൻ നമുക്ക് സമയം കിട്ടില്ല, ഒരുപാട് ദീർഘിച്ചോതണം. പക്ഷെ അതിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മുടെ ഖത്തീബുമാരൊക്കെ പലപ്പോഴും ഓതാറുണ്ട്. വൻഫിഖൂ മിമ്മാ റസഖ, അതിൽ പറയില്ല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പത്ത് അത് ദൈവമാർഗത്തിൽ നിന്ന് തടയുന്നതിന് കാരണമാവാതിരിക്കട്ടെ എന്ന്. അങ്ങനെ ചെയ്താൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടം. പിന്നെന്താ പറയുന്നത്? അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം. മിമ്മാ റസഖനാക്കും, നിങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, നിങ്ങളുടെ കഴിവുകൊണ്ട് മുതലുണ്ടാവില്ല, ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമാകുന്നതിന്റെ മുമ്പ്. ഞാൻ പറയാറുള്ളത് എന്താ വെച്ചാല്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം മരിച്ചോലും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പണ്ടൊക്കെ തൂക്കിക്കൊല്ലുമ്പോ ചോദിച്ചിരുന്നു എന്റെ അവസാനത്തെ ആഗ്രഹം എന്താന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ ചോദിക്കലും മാറ്റി, കാരണം മനുഷ്യന്റെ പൂതി തീരില്ല. എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മരിക്കണം എന്നാ എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞവരോട്. മനുഷ്യന്റെ ആഗ്രഹം അങ്ങനെയാണ്, അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അവസാനത്തെ ആഗ്രഹം ഉണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അതെന്താണ്? മരിക്കാൻ നേരത്ത് മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, മരിക്കണതിന്റെ മുമ്പേ ഫയഖൂൽ, അപ്പോൾ പറയും. എന്താ പറഞ്ഞറിയോ? ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയോ? സിമ്പിൾ കാര്യം. ഞാൻ നോലുമ്പോ നോൽക്കട്ടെ, ഞാൻ ഉംറക്ക് പോയിട്ടില്ല, ഉംറക്ക് പോയിട്ട് മരിച്ചാൽ മതി, അങ്ങനൊന്നല്ല. അങ്ങനെ പറഞ്ഞാ ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരൽപ്പ സമയം എനിക്ക് തന്നാൽ, ഉംറക്ക് പോയിട്ടില്ല എന്നല്ല, അസ്സദഖ, ഞാൻ സക്കാത്തും സദഖ കൊടുക്കട്ടെ. അവിടെ ഉപയോഗിച്ച് സദഖ എന്നുള്ള വാക്ക്, ഞാൻ സക്കാത്തും സദഖ കൊടുക്കട്ടെ, അല്പം സമയം തരുമെന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന്, കാരണം കുറെ ഉണ്ടാവും, വരുമ്പോ ഒന്നുമില്ല, കുറെ ഉണ്ട്, ഒന്നും കൊടുത്തിട്ടില്ല, ഓന് ഉപകരിച്ചിട്ടില്ല, അവന്റെ കുട്ടികൾക്ക് ഉപകരിച്ചിട്ടില്ല, നാട്ടുകാർക്ക് ഉപകരിച്ചിട്ടില്ല, ഒരുപാട് സ്വത്തുണ്ട്, ഓനക്ക് ഇനി വേണ്ടേനും, ഇനി പറ്റൂല. ആ സമയത്ത് അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ നന്നായിക്കോളാം, ഞാൻ സദഖ കൊടുത്ത് നന്നായിക്കോളാന്നാണ്. അപ്പൊ മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം പോലും ഉള്ളതൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെടണമെന്നായിരിക്കും. അതുകൊണ്ട് പടച്ചോൻ പറയാ, വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധി വന്നാൽ അല്ലാഹ് ഒന്നും അവസാനിപ്പിക്കൂല, അല്ലാഹ് ബാക്കി വെക്കും, ഒരു ലേശം പോലും സമയം തരൂല. അതുകൊണ്ട് മരണം വരുന്നതിന്റെ മുമ്പ് ചെലവാണ്. ആരെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, എല്ലാവരും തുല്യരായി ജീവിക്കട്ടെ. കൈലായക്കൂന ദൂലത്തൻ ബൈനല്ലഗനിയായിരിക്കും. സമ്പന്നന്മാർ എന്നും സമ്പന്നരായി ജീവിച്ചാൽ പോരാ, നമ്മുടെ സദഖ എല്ലായിടത്തേക്കും എത്തണം. അർഹരായ കുറെ ആളുകളുണ്ട്, അർഹരായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തിരഞ്ഞെടുക്കട്ടെ. ചിലപ്പം വീടും പെരക്കെ ഉണ്ടാവും, മിസ്കീന്മാരായി പാവപ്പെട്ട ആളുകളായിരിക്കും, അവരൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കാം. നമ്മുടെ ഈ പള്ളിയിൽ സക്കാത്ത് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സക്കാത്തിന്റെ പൈസ കൃത്യമായി ഇവിടെ സക്കാത്ത് സെല്ലിൽ ഏൽപ്പിച്ചാൽ അത് അർഹരായവർക്ക്, സൂറത്ത് തൗബയിൽ 8 കൂട്ടരെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല, ആ അർഹരായവർക്ക് തെരഞ്ഞു പിടിച്ച് ഇവരെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്, തെരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇഷ്ടം പോലെ ആളുകൾ പട്ടിണി നടക്കുന്നവരുണ്ടാവും, പ്രയാസപ്പെടുന്നവരുണ്ടാവും, നാട്ടിലുണ്ടാവും. അപ്പൊ അവരൊക്കെ സഹായിക്കണം. അതുകൊണ്ട് ആ ഒരു സഹായത്തിന് പ്രത്യേകമായ ഒരു പ്രാതിനിധ്യം നമ്മൾ നൽകണം. അതേ നമുക്ക് മരണശേഷം ബാക്കി ഉണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.